ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു സ്റ്റോക്കിലേക്ക് സ്വാഗതം. അങ്ങനെ കുറച്ച് നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് നമ്മളിപ്പോ വരുന്നത്. എനിക്കൊന്നൊരു 1 വീക്കോളം ആയിട്ടുണ്ട് നമ്മുടെ വീഡിയോ ചെയ്തിട്ട്. അതിനിടയ്ക്ക് നമ്മൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്ത് മലയക്കോട്ടെ വാലുവിന്റെ ട്രെയിലർ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് അതിന് പകരം നമുക്ക് കിടിലെ ഒരു സാധനം വന്നിട്ടുണ്ട്. നമ്മുടെ ആവേശം സിനിമയുടെ ആ ഒരു ടീസറാണ് വന്നേക്കുന്നത്. ഫഹദ് ഫാസിൽ ഇതിനകത്ത് ഇപ്പൊ ഈ ഒരു ലുക്ക് തന്നെ കണ്ടിട്ട് നമുക്ക് കോമഡി ആയിട്ടാണ് തോന്നുന്നത്. ഈ നമ്മുടെ ഒന്നാമത്തെ കാര്യം നമ്മുടെ ഇതിന്റെ രോമാഞ്ചം സിനിമയുടെ ജിത്തു ആണ് ഇതിന്റെ ഡയറക്ടർ. പുള്ളി തന്നെയാണ് കോമഡിയാണ് കൂടുതലും ഇതിനകത്ത് ഫോക്കസ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിനകത്ത് എനിക്കൊന്നൊരു ആക്ഷനും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതിനകത്ത് ആ കുറച്ച് സംഭവങ്ങളൊക്കെ കണ്ട ആക്ഷനാണെന്ന് തോന്നുന്നുണ്ട്. ഫഹദ് ഫാസിലിന്റെ ഡ്രസ്സിംഗ് ഒക്കെ കണ്ടിട്ട് ഒരു ഡോൺ സെറ്റപ്പ് ഒക്കെയാണ് തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തുവായാലും ആ ടീച്ചർ കണ്ടു നോക്കാം. ചേട്ടാ, രംഗൻ ചേട്ടാ എങ്ങനെയാ ഇത്ര സെറ്റപ്പ് ആയത്? അണ്ണം പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ബന്ധുവിന്റെ ജ്യൂസ് ഇടയിൽ പാർട്ട് ടൈം ആയിട്ട് ജോലിക്ക് കയറി. അവിടെ അലമ്പുണ്ടാക്കാൻ റെഡിയായി നിൽക്കുന്ന ഗുണ്ടകൾ വിത്ത് ടൂൾസ്. എന്നിട്ട് അണ്ണൻ ചാടി എണീറ്റ് അവരുടെ തോളത്തെ കൂടെ ചവിട്ടി 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 ജമ്പടിച്ച് അവരുടെ പുറകിൽ കിടന്ന നേതാവിനെ കുത്തി 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 കൊന്ന്. അമ്പേട്ടാ, എന്നിട്ട് ഒരു മിനിറ്റ്. वो ऐसे दौड़ के आया, बुलाटे मारा. ಎಂಟ್ರಿ ಕೊಟ್ರೆ ಸಾಕು, ಲಾಂಗ್ ಎತ್ತಿದ ತಕ್ಷಣ ಕತ್ತನ್ನ ಕಚ್ಚಕ್ಕಂತ ಕತ್ತರಿಸ್ತಾರೆ. ഞാൻ കണ്ടില്ല, പക്ഷെ കണ്ട ആൾ ഇതേം ബാക്കിലെന്നോട് മോനെ ഞാനിവിടെ ഒരു ലോക്കൽ സപ്പോർട്ട് ഉണ്ടാക്കുകയും ചെയ്യും, അവന്മാരെ തിരിച്ചടിക്കുകയും ചെയ്യും. ഇഷ്ടം പോലെ ഉണ്ട്. പടം നല്ല സൂപ്പർ കോമഡി ആയിരിക്കും. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമ, ചെറുപ്പക്കാർക്ക് ആ ഒരു വൈബിൽ ഇരുന്ന് കാണാൻ പറ്റുന്ന പടമാണെന്ന് തോന്നുന്നു. ഇതിനകത്ത് എനിക്കൊന്ന് കുറച്ച് ആക്ഷൻസും കൂടെ ഒക്കെ ഉണ്ട്. അപ്പം എനിക്കൊന്ന് രണ്ട് ടീമായിട്ടൊക്കെ തോന്നുന്നുണ്ട്. ഒരു കുറച്ച് പയ്യന്മാർക്ക് എന്തോ ഈ ഒരു എന്താണ് ഈ ഒരു അണ്ടർവേൾഡുമായിട്ട് പ്രശ്നം പറ്റുന്ന അവര് തമ്മിലുള്ള എന്തോ പരിപാടിയാണ്. എനിക്ക് ഇതിന്റെ ഈ മണ്ടൻ ഡോൺ എന്നൊക്കെ പറയുന്ന ആ ഒരു ക്യാരക്ടർ കോമഡിക്ക് വേണ്ടി ഇറക്കിയ പടം തന്നെയാണിത്. ആ ഡോൺ സെറ്റപ്പിൽ എങ്ങനെ കോമഡി വർക്ക്ഔട്ട് ചെയ്യും എന്നുള്ളതാണ് ഈ പടത്തിൽ വരുന്നത്. ഏപ്രിൽ 1 എനിക്കൊന്ന് വിഷുവിന്റെ ചിത്രത്തിന്റെ കൂട്ടത്തിൽ വിഷുവും ഇതും എല്ലാം ഒരുമിച്ച്. അപ്പം അതിന്റെ കൂട്ടത്തിൽ വരുന്ന പടത്തിന് ഇപ്പൊ കുറെ പടങ്ങൾ ഇപ്പൊ എനിക്കൊന്ന് ഏപ്രിൽ തന്നെ വന്നേക്കുന്നത്. അപ്പൊ എന്തായാലും ഫഹദ് ഫാസിൽ അല്ലേ, പുള്ളിയുടെ ആ ഒരു ക്യാരക്ടർ ഏത് റേഞ്ച് കൊണ്ടും പുള്ളി അഭിനയിക്കുന്നുള്ളത് അല്ലേ. ഇപ്പം എടുത്തു പറഞ്ഞു ഇപ്പൊ ഇതിനകത്ത് കണ്ടില്ല, ഇതിനകത്ത് പുള്ളി ലോക്കലെങ്കിൽ ലോക്കല്, എന്നാ നല്ല പ്രൊഫഷണൽ രീതി പോകണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പോകും. വില്ലണെങ്കിൽ വില്ലൻ, കോമഡി ആണെങ്കിൽ കോമഡി, സൈക്കോ ആയിട്ട് ഷമ്മി, അങ്ങനെ ഏത് ക്യാരക്ടർ വേണമെങ്കിലും അനായാസം ചെയ്യുന്ന ഫഹദ്. അപ്പം ഇതിനകത്ത് നമ്മൾ ഇതുവരെ ആ പെട്ടെന്ന് ഓനെന്നൊക്കെ വിളിക്കുന്ന ആ ഒരു അപ്പൊ തന്നെ പുള്ളിയുടെ ഫേസ് കാണുമ്പോ തന്നെ നമുക്ക് ചിരി വരുന്നുണ്ട്. കണ്ണാണ് മെയിൻ ആയിട്ടുള്ള സംഭവം. അപ്പം പിന്നെ നമ്മുടെ ഈ ടീംസ് എല്ലാം ഉണ്ട്. എനിക്കൊന്ന് രോമാഞ്ചത്തിലെ മറ്റേ ഒരു പേടിച്ചൊടുന്ന ആളുടെ പേരെടുത്തില്ല, അദ്ദേഹം നല്ല കോമഡി താരമാണ്. ലാസ്റ്റിൽ ആ പറഞ്ഞ ഡയലോഗ് ഇല്ലേ, ചിരിപ്പിക്കില്ല ചിരിച്ച ചോര വരുന്ന പറഞ്ഞു, അതൊക്കെ രസമുണ്ട് ആ ഒരു സീനൊക്കെ. പിന്നെ കളർഫുൾ ആണ് പടം. രോമാഞ്ചത്തിലായിരിക്കും കളർ ഗ്രേഡ്. പിന്നെ ഇതുകൂടെ കുറച്ചുകൂടെ കളർഫുൾ ആയിട്ടാണ് ഈ ഒരു ചിത്രം കാണുന്നത്. പിന്നെ നമ്മൾ എടുത്തുകൊണ്ട് സുഷീം ശ്യാം, പുള്ളിയുടെ ബീജിയം നമ്മൾ രോമാഞ്ചത്തിൽ കണ്ടതാണ്, അടിച്ച് തകർന്ന് പറയാം. നമ്മുടെ കേരളത്തിലെ അനിരുദ്ധ് എന്ന് പറയാൻ പറ്റുന്ന ആളാണ് സുഷീം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പുള്ളി ഇല്ല, എനിക്കൊന്ന് ബീജിയം ഒക്കെ പുള്ളിയുടെ സിനിമ എന്ന് പറയുമ്പോൾ എല്ലാവരും ബീജിയത്തിനാണ്, പാട്ടിനെക്കാട്ടി കൂടുതലും ആ സിനിമയുടെ ബീജിയം എങ്ങനെ എത്രത്തോളം വരും എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ സുഷീം ഇതിനകത്ത് ആ ബീജിയം ഒക്കെ അല്ലേ, ഇതിനകത്ത് ബീറ്റിട്ടൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്, അത് ഒന്നും പറയാനില്ല. അപ്പം ഇതിനകത്ത് കൂടുതലും ഇപ്പൊ കഴിഞ്ഞ സുഷീം ശ്യാമിന്റെ ഒരു ഇന്റർവ്യൂവിനകത്ത് തന്നെ പറയുന്നുണ്ട്, ആവേശം അത് നിങ്ങൾ അറിയേണ്ട ഒരു സംഭവമാണെന്ന് തന്നെ പറയുന്നുണ്ട്. അത് കിടിലം പടമാണെന്നാണ് പുള്ളി ഇപ്പോഴേ ഉറപ്പ് പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ടീസർ ഒരുപാട് ഇഷ്ടപ്പെട്ട്. ഏപ്രിൽ 11 അതിന് മുമ്പ് ട്രെയിലർ എന്തായാലും കാണാം. അപ്പൊ ഫഹദ് ഫാസിൽ ഫാൻസുകാർക്കും മറ്റുള്ളവർക്കും എല്ലാവർക്കും അടിച്ചു പൊളിക്കാൻ പറ്റുന്ന രോമാഞ്ചം പോലെ ഒരു വൈബ് പടമാണെന്ന് തോന്നുന്നു. അപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല, നിർത്തുന്നു. ഓക്കെ, ബൈ.